അസ്സലാമു അലൈക്കും. സുഹൃത്തുക്കളെ, നിങ്ങൾ ആദ്യമായി കഅബാലയത്തിൽ ബാങ്ക് വിളിച്ച ബിലാലിൻ്റെ കഥ കേട്ടിട്ടുണ്ടോ? ബിലാൽ ബാങ്ക് വിളിക്കട്ടെ എന്ന് അള്ളാൻ്റെ റസൂൽ പറഞ്ഞു. റസൂലിൻ്റെ എല്ലാമായ സിദ്ദീഖുൽ അക്ബറും ധീരനായ ഉമറും പ്രമാണിയായ ഉസ്മാനും സുമുഖനായ സൽമാനുൽ ഫാരിസിയും ഉൾപ്പെടെ പൗരപ്രമാണികൾ അണിനിരന്നിരുന്ന സദസ്സിൽ വെച്ച് കഅബാലയത്തിൻ്റെ മുകളിൽ കയറി ബാങ്ക് വിളിക്കാൻ ക്ഷണിച്ചത് ആൾക്കൂട്ടത്തിനിടയിൽ തല താഴ്ത്തു നിൽക്കുന്ന പൊക്കം കുറഞ്ഞ ദരിദ്രനായ വിരൂപനായ അടിമയാദിയിൽപ്പെട്ട ബിലാലിനെയാണ്. മഹാഭാഗ്യം തന്നെ തേടിയെത്തിയ സന്തോഷവും ആവേശവും അലതല്ലിയ മുഹൂർത്തത്തിൽ ബാങ്ക് വിളിക്കാനായി കഅബാലയത്തിലേക്ക് ചാടിക്കയറിയ ബിലാലിന് കാലൊന്ന് തെന്നിയപ്പോൾ മുകളിലേക്ക് ചവിട്ടിക്കയറാൻ ബിലാലിൻ്റെ കാൽപാദങ്ങൾക്ക് ചവിട്ടുപടിയായി മാറിയത് അള്ളാൻ്റെ റസൂലിൻ്റെ ചുമലായിരുന്നു. അവഗണനയുടെ പടുകുഴിയിൽ വീണ ബിലാലിന് പരിഗണന കൊണ്ട് ചേർത്ത് പിടിച്ചു പിഴപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ ബിലാൽ എന്ന് വിളിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൊലിയുടെ നിറം നോക്കിയല്ല കൂട്ടരെ മനുഷ്യൻ്റെ മാനദണ്ഡങ്ങളെ നിർണ്ണയിക്കേണ്ടതെന്ന് ഈ നൂറ്റാണ്ടുകൾക്കും വിളിച്ചു പറഞ്ഞതായ ബിലാൽ ശബ്ദമാധുര്യം കൊണ്ട് അള്ളാൻ്റെ റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ബാങ്ക് വിളിക്കാരനായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹു. ലോകത്തിലെ ആദ്യ ബാങ്ക് വിളിക്കാരൻ എന്ന പദവിയും ബിലാൽ റളിയല്ലാഹു അൻഹുവിനാണ്. അള്ളാൻ്റെ റസൂലിൻ്റെ വേർപാടിന് ശേഷം വളരെ ദുഃഖിതനായിട്ടാണ് ബിലാൽ റളിയല്ലാഹു അൻഹു ജീവിച്ചത്. അള്ളാൻ്റെ റസൂലിനെ അതിരേറ്റ് സ്നേഹിച്ച ബിലാലിന് റസൂലില്ലാത്ത നാട്ടിൽ ബാങ്ക് വിളിക്കാൻ പോലും കഴിയാതെ റസൂലിൻ്റെ പ്രിയപ്പെട്ട ഓർമ്മകൾ വേട്ടയാടി നാട് വിട്ടുപോയി എന്നാണ് ചരിത്രം പറയുന്നത്. അള്ളാൻ്റെ റസൂലിനെ ഇത്രമേൽ സ്നേഹിച്ച ബിലാലിൻ്റെ കൂടെ നാളെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരിടം നൽകി നാഥൻ നമ്മളെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ.